Hi all, this is Abhay from Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മെന്റൽ എബിലിറ്റി അതുപോലെ തന്നെ ലോജിക്കൽ റീസണിംഗിൽ നിന്ന് CUET UG 2023 വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടുഡേ ഈസ് മൺഡേ. അപ്പൊ ഇന്നത്തെ ദിവസം എന്താണ്? മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 60 days ഇറ്റ് വിൽ ബി. അപ്പോ ഇന്നത്തെ ദിവസം മൺഡേ ആണ് അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ്. അപ്പൊ 60 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസം ഏത് ദിവസം ആയിരിക്കും എന്നാണ് നിങ്ങളോട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. നമുക്ക് ഓഡ് ഡേയ്സ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കാം അല്ലെ. നമുക്ക് ഓഡ് ഡേയ്സ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. 60 ഡേയ്സിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 60 divided by 7 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 49, 56 വരെ പോയി ബാക്കി 4 ഓഡ് ഡേയ്സ് ആണ് ഉണ്ടാവുക. റിമൈൻഡർ ആണല്ലോ നമ്മൾ ഓഡ് ഡേ ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോ മൺഡേയിലേക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് 4 ഡേ കൂട്ടി കൊടുക്കുക. ഫസ്റ്റ് ഡേ കൂട്ടുമ്പോൾ ട്യൂസ്ഡേ, പിന്നെ വെനസ്ഡേ, പിന്നെ തേഴ്സ്ഡേ, ഫ്രൈഡേ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഫൈൻഡ് ദി ഓഡ് പെയർ ഔട്ട്. തന്നിരിക്കുന്ന 4 പെയർസ് ഉണ്ട്, അതിലേതാണ് ഓഡ് പെയർ എന്നുള്ളതാണ് ചോദിക്കുന്നത്. 11 125, അതുപോലെ തന്നെ 33 1093, അതുപോലെ തന്നെ 35 1229, അതുപോലെ തന്നെ 17 295. നമ്മുടെ റിലേഷൻ വരുന്നത് നിങ്ങൾക്കറിയാം 11 സ്ക്വയർ എന്ന് പറയുന്നത് 121 ആണ്. അപ്പോ 121 plus 4 ആണല്ലോ 125. ദാറ്റ് മീൻസ് 11 സ്ക്വയർ പ്ലസ് 4 ആണ് തീർച്ചയായിട്ടും 125 വരുന്നത്. നെക്സ്റ്റ് 33ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1089 ആണ്. അതിലേക്ക് 4 ആഡ് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും 1093 വരുന്നത്. നെക്സ്റ്റ് 35ന്റെ സ്ക്വയർ 1225 ആണ്. അപ്പൊ അതിലേക്ക് 4 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1229 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 17ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ് അല്ലെ. അതിലേക്ക് 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 293 ആണ്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് 295 ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഓഡ് വൺ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റഡി ദ ഫോളോയിങ് അറേഞ്ച്മെന്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. Okay, how many such numbers are there in the above sequence, each of which is immediately preceded by a consonant and immediately followed by a vowel? അപ്പൊ നമ്പേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ നമ്പേഴ്സ് എന്ത് ചെയ്യാണ്? ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാണ്. 7 വരുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് 3 വരുന്നുണ്ട്. നെക്സ്റ്റ് 6 7 വരുന്നുണ്ട്. നെക്സ്റ്റ് 1 3 4 8, നെക്സ്റ്റ് 6 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറയുന്നത് നെക്സ്റ്റ് ഒരു നമ്പർ വന്നു. ആ നമ്പറിന്റെ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ എ കോൺസണന്റ് ആണ്. ഓക്കെ, അതിനുശേഷം എന്ത് വരണം? ഒരു വവലും വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നമ്പറിന് ശേഷം വവൽ ഉണ്ട് നോക്കാം. ഇവിടെ 7ന്റെ ശേഷം വവലാണോ? അല്ല. ഇവിടെ 3ന്റെ ശേഷം വവലാണോ? അതുമല്ല. നെക്സ്റ്റ് 6ന്റെ ശേഷം നമ്പർ ആണ് വരുന്നത്. 6 നമുക്ക് ഒഴിവാക്കാം. 7ന്റെ ശേഷം ഒരു വവലാണ് വരുന്നത്. EIOU ആണ്. പക്ഷെ 7ന്റെ മുമ്പ് എന്താണ്? ഒരു കോൺസണന്റ് ആയിരുന്നു വരേണ്ടത്. പക്ഷെ കോൺസണന്റ് എല്ലാവരും നമ്പർ ആണ് വന്നിട്ടുള്ളത്. 7 നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് 1ന്റെ മുമ്പ് ഒരു കോൺസണന്റ് വന്നു, പക്ഷെ ശേഷം എന്തല്ല? ഒരു വവലല്ല. അതും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് 3ന്റെ മുമ്പേ ഒരു കോൺസണന്റ് വന്നു, ശേഷം എന്താണ്? ഒരു കോൺസണന്റ് തന്നെയാണ്. ശേഷം നമുക്ക് എന്ത് വരണം? വവല് വരണം. ഓക്കെ, നെക്സ്റ്റ് 4ന് ശേഷം വവലാണോ? തീർച്ചയായിട്ടും അല്ല. F എന്ന് പറയുന്നത് ഒരു വവലല്ല. നെക്സ്റ്റ് 8ന്റെ ശേഷം ഒരു വവലാണോ? അതുമല്ല. 6ന്റെ ശേഷം ഇവിടെ നമ്പർ 6ന്റെ ശേഷം ഇവിടെ അടുത്തൊരു ലെറ്റർ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 0. ഈ ഒരു കേസ് വരുന്ന ഒരൊറ്റ നമ്പർ പോലും എന്ത് ചെയ്യുന്നില്ല? തന്നിരിക്കുന്ന സീക്വൻസിൽ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. സ്റ്റേറ്റ്മെന്റ് നോ ട്രീ ഈസ് ഡെസ്ക്ടോപ്പ്. ഓക്കെ, നോ ട്രീ ഈസ് ഡെസ്ക്ടോപ്പ് സിലോജിസം ആണ്. നോ ട്രീ ഈസ് ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഓൾ ഡെസ്ക്ടോപ്സ് ആർ കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാ? ഇവിടെ റൗണ്ട് ഇട്ട് കൊടുക്കുക. All desktops are computers. Okay, ഫസ്റ്റ് പറയുന്ന കാര്യം some desktops are tree എന്നുള്ളതാണ്. some desktops are tree. ട്രീക്കും ഇവിടെ ഡെസ്ക്ടോപ്പിനും തമ്മിൽ എന്തെങ്കിലും കോമൺ റിലേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. നോട്ട് ട്രീ ഈസ് ഡെസ്ക്ടോപ്പ് എന്ന് ഓൾറെഡി സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? ഫോളോ ചെയ്യുന്നില്ല. രണ്ടാമത്തെ some trees are computer. അപ്പോ മേ ബി ആയിരിക്കാം, പക്ഷെ നമുക്ക് ഇവിടെ യുണീക്ലി ആണ് എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തീർച്ചയായിട്ടും പറയുന്നില്ല. ദാറ്റ് മീൻസ് അതും എന്താണ്? അൺഫോളോ ആണ് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നില്ല. ഇവിടെ എന്താണ്? neither 1 nor 2 follows എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഫാമിലി ഓഫ് 6 members, ഒരു ഫാമിലി എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാരുണ്ട് അല്ലെങ്കിൽ 6 ആളുകളുണ്ട്. D is the only son of A. D is the only son of A. ഇപ്പൊ D ഒരു മെയിൽ ആയതുകൊണ്ട് തന്നെ സൺ ആണല്ലോ. അപ്പൊ മെയിൽ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കള്ളിന്റെ ഉള്ളിൽ റെപ്രസെന്റ് ചെയ്യാണ്. D is the only son of A. A മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് എനിക്കറിയില്ല. E is the grandfather of D. E is the grandfather of D. Okay, is the grandfather എന്ന് പറയുന്നുണ്ട്. That means male ആണ്. B is the daughter-in-law of C. Okay, B is the daughter-in-law of C. അപ്പൊ ഇവിടെ ബിന്റെ ഹസ്ബൻഡ് ഉണ്ടാവും, ബീസ് ഹസ്ബൻഡ് ഉണ്ടാവും. ആരാ നമുക്കറിയില്ല. അവരുടെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആണ് തീർച്ചയായിട്ടും C എന്ന് പറയുന്നത്.
നെക്സ്റ്റ് പറയുന്നത് എഫ് ഈസ് ദ അങ്കിൾ ഓഫ് ഡി. അപ്പൊ അങ്കിൾ എന്ന് പറയുമ്പോൾ രണ്ട് റിലേഷനിൽ വരാം, എന്തായാലും അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് കാര്യം പറയുന്നത് സി ഈസ് ദ വൈഫ് ഓഫ് എ. എന്റെ വൈഫാണ് സി. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും? ഹസ്ബൻഡ് ആയിരിക്കും. ഓക്കെ, സി ഈസ് ദ വൈഫ് ഓഫ് എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻ കൊടുക്കാതെ, കാരണം ഇപ്പോ സിയും അതുപോലെ തന്നെ എയും എന്താണ്? ഒരു കപ്പിളാണ്. അവരുടെ മകനാണ് ഡി എന്ന് പറയുന്നത്. ആ ഒരു മകന്റെ ഭാര്യ ആയിരിക്കും തീർച്ചയായിട്ടും ആരെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന റിലേഷൻ ആണ്. ബിനെ സർക്കിളിനുള്ളിൽ ഞാൻ റിപ്രസെന്റ് ചെയ്യുന്നു, കാരണം എന്താണ്? അവിടെ മകളാണ് അല്ലെങ്കിൽ അവിടെ വൈഫായിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് കിട്ടിയ റിലേഷൻ. ഇനി നമുക്ക് ആരെ കൊടുക്കാനുള്ളത്? എഫ് ഈസ് ദ അങ്കിൾ ഓഫ് ഡി. ഓക്കെ, അപ്പോ ഡിന്റെ അങ്കിൾ ആണ് എഫ്. ഒന്നിക്കെ ഇവരുടെ ബ്രദർ ആയിട്ട് എഫ് വരാം. ഓക്കെ, എന്റെ ബ്രദർ ആയിട്ട് എഫ് വരാം. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പോസിബിലിറ്റി, ഈ സിയുടെ ബ്രദർ ആയിട്ടും ആര് വരാം? എഫ് വരാം. രണ്ടാണെങ്കിലും അങ്കിൾ എന്നുള്ള സംഭവം പോസിബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി ആണ്. ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? തീർച്ചയായിട്ടും ഡിയുടെ വൈഫാണ് ആരെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 1 വൈഫ് എന്നുള്ളതായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മിസ്സിംഗ് ടേം ഇൻ ദ ഗിവൺ സീരീസ് നോക്കാം. 4, 6, 9, 13 1/2 എന്ന് പറഞ്ഞാൽ 13.5 ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേം ഏതായിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത്. നോക്കാം. 4 into 3/2 എന്ന് പറഞ്ഞൂടെ? അതല്ലേ 6. അതുപോലെ തന്നെ 6 into 3/2 ആണല്ലോ 9. അതായത് 4 into 3/2 എന്ന് പറയുമ്പോൾ 4 into 3 എത്രയാണ്? 12 ആണ്. 12/2 6 ആണ്. നെക്സ്റ്റ് 6 into 3/2 എന്ന് പറയുമ്പോൾ 6 into 3 18 ആണ്. 18/2 എന്ന് പറയുമ്പോൾ 9 ആണ്. നെക്സ്റ്റ് 9 into 3/2 9 into 3 27 ആണ്. 27 divided by 2 എന്ന് പറയുമ്പോൾ 13.5 ആണ്. നെക്സ്റ്റ് 13.5 into 3/2 13.5 into 3 divided by 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 13.5 into 3. ഓക്കെ, 13, 26, 39. 39ഉം 40, 40.5. 40.5 divided by 2 is equal to 20.25 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ 21/4 എന്നുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. കംപ്ലീറ്റ് ദി ഫിഗർ മെട്രിക്സ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഫിഗർ മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയും അങ്ങനെ ആയിരിക്കും. ജസ്റ്റ് ഇവിടെ ഈ ഒരു കോർണറിൽ പോയി മുട്ടും. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ ഇങ്ങനെ തുടർന്ന് പോകും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഫുൾ ആയിട്ട് ഈ ഒരു ലൈനും വരും. അപ്പൊ ഈ ഒരു രീതിയിലാണ് വരിക. അപ്പൊ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ എന്തായാലും എല്ലാം നമുക്കറിയാം. ഈ ഒരു ഓപ്ഷനും ഒരിക്കലും എല്ലാം നമുക്കറിയാം. കാരണം ഇങ്ങനെയാണ് ട്രയാങ്കിൾ വരിക. ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് രണ്ടും എന്തായാലും എല്ലാം നമുക്കറിയാം. ഇനി 1 ആണോ 2 ആണോ? ഇവിടെ 1ൽ നോക്കുക. ഈ ഒരു കോർണർ ഇവിടെ മുട്ടണ്ടേ? ഈ ഒരു എഡ്ജിൽ മുട്ടണ്ടേ? പക്ഷെ അത് അവിടെ സംഭവിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ആ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which number is in the square, ellipse and triangle? സ്ക്വയറിലും എലിപ്സിലും ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാന്നുള്ളത്. അപ്പൊ എലിപ്സിലും ട്രയാങ്കിളിലും കൂടി കോമൺ ആയിട്ട് വരുന്ന ഏതാ നോക്കാം. 7 വരുന്നുണ്ട്, അതുപോലെ തന്നെ 9 വരുന്നുണ്ട്. അപ്പൊ 7 or 9 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷനിൽ 9 ഇല്ല. തീർച്ചയായിട്ടും 7 തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ. 7 നോക്കുക. ഈ ഒരു സ്ക്വയറിന്റെ അകത്തായിട്ടും തീർച്ചയായിട്ടും സ്ക്വയർ ആണെന്ന് നമുക്ക് കണ്ട തോന്നുന്നില്ല അല്ലെ? ഒരു റെക്ടാങ്കിൾ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വേറെ സ്ക്വയർ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആൻസറിൽ നൺ ഓഫ് ദീസ് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു 7 ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. Given below are two statements. One is labeled as assertion and other is labeled as reason. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം അസേഷൻ നോക്കുക, അത് ട്രൂ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. രണ്ടാമത്തേത് റീസൺ നോക്കുക, അത് ട്രൂ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അസേഷനും അതുപോലെ തന്നെ റീസണും ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നോക്കേണ്ടത് ആ തന്നിരിക്കുന്ന അസേഷന്റെ കറക്റ്റ് റീസൺ ആയിട്ടാണോ ഈ ഒരു തന്നിരിക്കുന്ന റീസൺ എന്ന് പറയുന്നത് എന്നുള്ളത് നോക്കുക. അതായത് ഒരു അസേഷൻ പറഞ്ഞു, അപ്പൊ അതിനൊരു റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ അസേഷന്റെ കറക്റ്റ് കാരണമാണോ എന്നുള്ളത് എന്ത് ചെയ്യാം? ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? അസേഷൻ നോക്കാം. മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഈസ് ലോ ആസ് കമ്പയർഡ് ടു മെനി കൺട്രീസ് ഓഫ് ദി വേൾഡ്. വേൾഡിലുള്ള മറ്റു പല കൺട്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ മിൽക്ക് പ്രൊഡക്ഷൻ ലോ ആണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എന്താണ്? ട്രൂ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് റീസൺ പറയുന്നത് ദ അനിമൽ റിയറേഴ്സ് ഇൻ ഇന്ത്യ ആർ പുവർ. തീർച്ചയായിട്ടും എന്തല്ല? അത് ട്രൂ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഫാൾസ് ആയി മാർക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ മിൽക്ക് പ്രൊഡക്ഷൻ ലോ ആവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഗുഡ് ബ്രീഡ്സും മറ്റു കാര്യങ്ങളും ഇല്ലാത്തതും അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഫീഡിംഗ് ഒക്കെ തന്നെയാണ്. ഇതൊരു റീസൺ ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി അസെൻഡിങ് ഓർഡർ ഓഫ് ദി നമ്പേഴ്സ് 0.8, 0.88, 0.808, 0.08 ഈസ്. ഇതിന്റെ അസെൻഡിങ് ഓർഡർ ആണ്. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. എന്തായാലും ഏറ്റവും വലിയ ടേം ഏതായിരിക്കും നമുക്ക് ഈസി ആയിട്ട് അറിയാം. ഈ ഒരു ടേം ആയിരിക്കും ഏറ്റവും വലുത് അല്ലെ? അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി കൺഫ്യൂഷൻ ഉള്ളവർക്ക് നമുക്ക് എങ്ങനെ എഴുതാം?
0.800 അല്ലെ, ഞാൻ 2 സീറോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ വാല്യൂ യാതൊരുവിധ മാറ്റവും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. നെക്സ്റ്റ് രണ്ടാമത്തത് 0.880. ഓക്കെ, നെക്സ്റ്റ് 0.80. അവിടെ ഓൾറെഡി 3 ടേം ആ ഒരു ഡെസിമലിന്റെ ശേഷം ഉണ്ട്, അപ്പൊ ഞാൻ വീണ്ടും 0 ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് 0.080. ഇതാണ് 4 ടേംസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഡെസിമൽ നോക്കണ്ട, ഡെസിമൽ നോക്കാതെ ബാക്കി നോക്കാം. 800, 850, 808, 80. അപ്പൊ ഈ ഫസ്റ്റ് 80 എന്നുള്ളതായിരിക്കും ഏറ്റവും ചെറുത്. ദാറ്റ് മീൻസ് 0.08 ആണ് ഏറ്റവും ചെറുത്. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ആൻസർ ആവില്ല, ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ആൻസർ ആവില്ല. ഓക്കെ, 3 അല്ലെങ്കിൽ 4 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം അതായിരിക്കും. നെക്സ്റ്റ് 800 ഉണ്ട്, 850 ഉണ്ട്, 808 ഉണ്ട്. 800 ആയിരിക്കില്ല, ദാറ്റ് മീൻസ് 0.8 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടിലും 0.8 തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 850ഉം 808ഉം 808 ആയിരിക്കും നെക്സ്റ്റ് വരിക. ദാറ്റ് മീൻസ് ഈ ഒരു ഓപ്ഷൻ ആണ്, ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അല്ലെ, 850 അതിനേക്കാളും മുകളിലാണ്, ദാറ്റ് മീൻസ് അത് ലാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ആൻസറിൽ വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 4 ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. കൂടുതൽ സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.